കുരിശിനാലേ ലോകമൊന്നായി വീണ്ടെടുത്തവനേ, താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിൻ്റെ വലിയ കരുണയെക്കുറിച്ച്, ആ കരുണയുടെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ ഇന്ന് അല്പസമയം ധ്യാനിക്കുകയാണ്. ഈശോ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്, അത് സ്വന്തമാക്കി നമ്മൾ എടുക്കേണ്ടതിൻ്റെ ആവശ്യകത, അതിനെക്കുറിച്ച് നമ്മൾ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് അതിൽ കേന്ദ്രീകൃതമായ ഒരു ആത്മീയത ഈ ലോകത്ത് നമ്മൾ പടുത്തുയർത്തണം. അതെന്താണ് ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുമ്പോൾ, സീറോ മലബാർ വിശുദ്ധ കുർബാനയുടെ ഒന്ന് രണ്ട് പ്രാർത്ഥനകളെ ചെറുതായിട്ട് എടുത്ത് ഒന്ന് വിവരിച്ച് ധ്യാനിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. കൂദാശ വചനങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കും. ഈശോയുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് ആണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പരിപൂർണ മനുഷ്യനായി അവിടുന്ന് സ്ത്രീയിൽ നിന്ന് ജാതനായി. എന്നിട്ട് പറയുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ അവിടുന്ന് നിയമത്തിന് വിധേയനാവുകയും നമ്മുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. ഇത്ര മാത്രം നമ്മൾ എടുക്കുകയാണ്. നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ. അല്ലെ പ്രിയപ്പെട്ടവരെ, നിയമത്തിന് അധീനരായവർ ആരാണ്? നമ്മൾ ഓരോരുത്തരും. പാപത്തിന്റെ വേദനമായ ഒത്തിരിയേറെ നിയമങ്ങളുണ്ട്. മരണം, ശാപം, പൈശാചിക ആധിപത്യം, അതോടൊപ്പം തന്നെ നമ്മുടെ മേൽ വന്ന് പതിക്കുന്ന ഒത്തിരിയേറെ കടങ്ങള്. അങ്ങനെ ഈ പാപത്തിന്റെ അനന്തര ഫലങ്ങളായ പാപത്തിന്റെ നിയമങ്ങൾ നമ്മുടെ മേൽ ഒത്തിരിയേറെ നമ്മെ അധീനപ്പെടുത്തി. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു പിശാചിന് നമ്മുടെ മേൽ ലഭിക്കുന്ന അധികാരത്തെക്കുറിച്ച്. അപ്പോൾ അധീനരായി പോയി നമ്മൾ. പാപത്തിന്റെ വേദനമായ മരണത്തിന് അധീനരായി, ശാപത്തിന് അധീനരായി, പിശാചിന്റെ ആധിപത്യത്തിനും അധികാരത്തിനും അധീനരായി, ഒത്തിരിയേറെ കടങ്ങൾക്ക് നമ്മൾ അടിമപ്പെട്ടു, അധീനരായി. അതുകൊണ്ട് തന്നെ നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ അവിടുന്ന് ഈശോ നമുക്ക് വേണ്ടി നിയമത്തിന് വിധേയനായി. പാപത്തെ ഏറ്റെടുക്കാൻ, ശാപത്തെ നീക്കാൻ, മരണത്തെ പരാജയപ്പെടുത്താൻ, സാത്താന്റെ ആധിപത്യങ്ങളെ അവസാനിപ്പിക്കാൻ, കടങ്ങൾ വീട്ടാൻ ഈശോ നിയമത്തിന് വിധേയനാവുകയും എന്ന് പറയാണ്, നമ്മുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം എന്താണ്? കുരിശിൽ പൂർത്തീകരിക്കപ്പെട്ട രക്ഷാകരമായ ഈ രഹസ്യമാണ് പ്രിയപ്പെട്ട മക്കളെ ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മൾ ആവർത്തിച്ച് അർപ്പിക്കുന്നതും കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്നതുമായ രക്ഷാകര പ്രവൃത്തി. ഇന്ന് നമ്മൾ ഒത്തിരി പ്രശ്നങ്ങളാൽ വേദനിക്കുന്നവരാ. കുടുംബത്തിന് സമാധാനമില്ല, സഭയിൽ സമാധാനമില്ല, മക്കളെ കുറിച്ച് സമാധാനമില്ല, കുടുംബജീവിതത്തെക്കുറിച്ച് സമാധാനമില്ല, പൗരോഹിത്യത്തിൽ സമാധാനമില്ല, പൈശാചികമായ പീഡകള്, തകർച്ചകള്, എവിടെ തോൽവി, കുടുംബജീവിതത്തിൽ തോൽവി, ബിസിനസ്സിൽ തോൽവി, സഭയിൽ തോൽവി, പൗരോഹിത്യത്തില് തോൽവി, ശുശ്രൂഷയില് തോൽവി, പഠനത്തില് തോൽവി, എല്ലാത്തിലും തോൽവി, തോൽവി, തോൽവി. നമ്മൾ തോൽക്കാനുള്ളവരല്ല, നമ്മൾ ജയിക്കേണ്ട മക്കള്. കാരണം നമ്മൾ ദൈവത്തിന്റെ മക്കള്, കൂദാശയുടെ കൃപയുടെ അഭിഷേകത്താൽ നിറയപ്പെട്ട മക്കള്, ദൈവം കൂടെയുള്ള മക്കള്. അതിനുവേണ്ടി എല്ലാം നമുക്ക് നൽകിക്കഴിഞ്ഞു. എന്നാൽ ആ കർത്താവിനെ വിട്ട്
കർത്താവിൻ്റെ വചനം വിട്ട് കർത്താവിനെ തന്നെ തിരസ്കരിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെല്ലാവരും ഈ നിയമത്തിന് വിധേയരായി പോവും. പിന്നെ രക്ഷ നഷ്ടപ്പെട്ടു പോയി. അതോടെ പറയാ, രക്ഷയുടെ സ്മാരകം. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടണോ? ഒറ്റ വഴിയുള്ളൂ. ആ രക്ഷയുടെ സ്മാരകം യേശു നമുക്ക് വേണ്ടി ഏർപ്പെടുത്തി. അതാണ് പ്രിയപ്പെട്ട മക്കളെ, കർത്താവിൻ്റെ കുരിശിലെ മരണത്തിൽ, കുരിശിൽ സംഭവിച്ച രക്ഷാകര പ്രവൃത്തികൾ. സത്യം പറയുകയാണെങ്കിൽ നമ്മൾ അതിനുവേണ്ടിയാണ് കഷ്ടപ്പെടേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അത് നമ്മൾ മനസ്സിലാക്കി ഈ സത്യമായ സുവിശേഷം, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ മാനസാന്തരപ്പെട്, പശ്ചാത്തപിക്ക്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവം വസിക്കുന്ന രാജ്യം, ദൈവം ഭരിക്കുന്ന രാജ്യം, ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന രാജ്യം. ആ രാജ്യം ഈശോ കുരിശിലൂടെ സംസ്ഥാപിച്ച് കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? മാനസാന്തരപ്പെടണം, പശ്ചാത്തപിക്കണം, ഇതിലേക്ക് തിരിച്ചു വരണം. എന്നിട്ട് രക്ഷാകരമായ ഈ രഹസ്യം നമ്മൾ സ്വന്തമാക്കി എടുക്കണം. ഇന്ന് മനുഷ്യരെല്ലാവരും രക്ഷയ്ക്ക് വേണ്ടി ഓടി നടക്കുക. രക്ഷയ്ക്ക് വേണ്ടി കഴിഞ്ഞ സച്ചൻ പറഞ്ഞ പോലെ ദൈവമില്ലാതെ ദൈവത്തെ പോലെയാകാൻ, ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് ദൈവം തരേണ്ട അനുഗ്രഹങ്ങള്, ദൈവം എല്ലാം മനുഷ്യന് വേണ്ടി തന്നു. സമ്പത്ത്, ലോകം, ഇതിന്റെ മഹത്വം, ഇതിന്റെ സ്ഥാനമാനങ്ങൾ എല്ലാം ദൈവം മനുഷ്യന് വേണ്ടി തന്നതാ. അത് പിശാചിന് ദൈവത്തെ വിട്ട് വചനം വിട്ടപ്പോ പിശാചിന് അവൻ അടിമപ്പെടുത്തി തീറ് എഴുതി ആധാരം ചെയ്ത് കൊടുത്തു. അതുകൊണ്ട് പിശാച് പറഞ്ഞ് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ഇതൊക്കെ, ഈശോയോടെ പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ഈ കാര്യസാധ്യത്തിന് വേണ്ടി, ഈ ലോകത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓടി നടക്കുമ്പോൾ കാതലായ രക്ഷാകരമായ രഹസ്യം നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ശരിക്കും മനസ്സിലാക്കണം. ഇനിയുള്ള കാലഘട്ടത്തില് ഈ സത്യം മനസ്സിലാക്കി അതിലേക്ക് തിരിഞ്ഞ് ആ ഒരു രക്ഷ, അത് കരുണയാണ്. അതാണ് കരുണ. എന്താണ് കരുണ? ഈശോ കുരിശിൽ നമുക്ക് വേണ്ടി പൂർത്തീകരിച്ച രക്ഷാകരമായ പ്രവൃത്തികൾ, രക്ഷാകരമായ ദിവ്യരഹസ്യം, അതാണ് കരുണ. അത് നമ്മൾ സ്വന്തമാക്കി കഴിഞ്ഞാൽ ഈ ലോകം നമുക്ക് കർത്താവ് തിരിച്ചു പിടിച്ചിട്ടുണ്ട്, നമുക്ക് തരും. ഇത് സ്വന്തമാക്കണം. അതുകൊണ്ടാണ് ഈ കുദാശ വചനങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒരു പ്രാർത്ഥനയുണ്ട്. അത് ശരിക്കും ധ്യാനിക്കണം. നമ്മളിതൊക്കെ കൂടുതൽ ധ്യാനിക്കും കേട്ടോ, ധ്യാനിക്കണം. എന്താണ്? നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകി ഇരിക്കുന്നത്. എന്താണത്? അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളെല്ലാവരും സൃഷ്ടിക്കപ്പെടുന്നത്, മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നത് ദൈവിക ജീവന്റെ സമൃദ്ധിയില. തന്റെ ജീവന്റെ ശ്വാസം അവനിലേക്ക് ദൈവമായ കർത്താവ് നിശ്വസിച്ചു. ദൈവത്തിന്റെ ഛായ, ദൈവത്തിന്റെ സാദൃശ്യം, ദൈവത്തിന്റെ ജീവൻ അതെല്ലാം അവനിൽ നിറച്ച് നൽകിയിട്ടുണ്ട്. എന്നിട്ടാണ് പിശാചിനെ കേട്ട് ദൈവത്തെ പോലെയാകാൻ ദൈവിക ജീവന്റെ സമൃദ്ധിയുള്ള ഈ മനുഷ്യൻ പ്രലോഭിപ്പിക്കപ്പെട്ടത്. അങ്ങനെ വീണുപോയി, ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു പോയി. ഉൽപ്പത്തി 6:3, എന്റെ ചൈതന്യം, എന്റെ ജീവൻ അവരിൽ എന്നേക്കും നിലനിൽക്കുന്നില്ല. പാപം ചെയ്തപ്പോ ദൈവിക ജീവൻ പോയി. എന്നാൽ ഈശോ ആ പാപത്തെ ഏറ്റെടുത്ത് 1 പത്രോസ് 2:24 അവൻ നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിലേക്ക് കയറി. അത് നാം പാപത്തിന് മരിക്കണം, എന്നിട്ട് ജീവിക്കണം. അതാ പറഞ്ഞ് അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ. നഷ്ടപ്പെട്ടു പോയ ദൈവിക ജീവൻ തിരിച്ചു നൽകി. ആ ദൈവിക ജീവനിൽ നമ്മെ പങ്കുകാരാക്കുവാൻ അവിടുന്ന് നിയമത്തിന് വിധേയനായി, പാപമേറ്റെടുത്തു. പാപത്തിന്റെ വേദനമായ ജീവൻ നഷ്ടപ്പെട്ടു പോയ മരണത്തിന് പകരം ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. ഈശോയുടെ മരണം നമുക്ക് ജീവൻ തരാൻ വേണ്ടി, നമുക്ക് പകരം, നമുക്ക് അർഹതപ്പെട്ട മരണത്തിന് പകരം ഈശോ നമുക്ക് വേണ്ടി മരിച്ചു. രക്തം ചിന്താതെ പാപമോചനമില്ല. ഹെബ്രായർ 9:22 നിയമപ്രകാരം ഏതൊരു വസ്തുവും രക്തത്താലാണ് വിശുദ്ധീകരിക്കപ്പെടുന്നത്. രക്തം ചിന്താതെ പാപമോചനമില്ല. ഈശോ രക്തം ചിന്തി നമുക്ക് വേണ്ടി, പാപമേറ്റെടുത്തു, രക്തം ചിന്തി നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. എന്നിട്ട് ആ ജീവനിൽ പങ്കുകാരാക്കാൻ നമുക്ക് വേണ്ടി അവിടുന്ന് ഇതാ ഈ ബലി അർപ്പിക്കുകയാണ്.
നമ്മുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപ്പതിച്ചു പോയ, എനിക്ക് കേൾക്കണം കേട്ടോ, അധപ്പതിച്ചു പോയ നമ്മെ സമുദ്ധരിക്കുകയും. അധപതിച്ചു പോയി, നമ്മളൊക്കെ അധപതിച്ചു പോയി. ഈ ലോകത്തിന്റെ പിശാചിനെ പിടിപ്പെട്ട്, ജഡത്തിന് ആസക്തിക്ക് അടിമപ്പെട്ട്, മ്ലേച്ഛതയ്ക്ക് അടിമപ്പെട്ട് അധപതിച്ചു പോയ നമ്മെ അവിടുന്ന് സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. കണ്ടോ, മൃതരായിപ്പോയി, എന്നാൽ മൃതരായി നമ്മെ അവിടുന്ന് ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ, ഈ പാപത്തിലൂടെ അധികാരം ലഭിച്ച ശത്രുവാകുന്ന പിശാച് അവൻ അധികാരപ്പെടുത്തി, അവൻ അധീനതയിൽ പെട്ടുപോയി, ശത്രുക്കളെ പരാജിതരാക്കി. കണ്ടോ, എന്നിട്ട് പറയാ, നമ്മുടെ ബലഹീനമായ പ്രകൃതി, നമ്മൾ ബലഹീനമായി പോയി, ദുർബലമായി പോയി, തിന്മയിലേക്ക് ചാഞ്ഞ് വീഴുന്ന രീതിയിലായിപ്പോയി, കരുത്തില്ല. റോമ 7:14 പൗലോസേ പറഞ്ഞില്ലേ, നന്മ ഇച്ഛിക്കാൻ സാധിക്കുന്നു, എന്നാൽ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ജഡികനാണ്, ദുർഭകനാണ്. നമ്മൾ ദുർബലമായി പോയി. ബലഹീനരായ നമ്മെ അവിടുന്ന് ബലപ്പെടുത്തി. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു പ്രാർത്ഥന ശത്രുക്കളെ പരാജിതരാക്കി, ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അങ്ങയുടെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. മഹത്വമണിയിച്ചു. എങ്ങനെ? കുരിശ് മരണത്തിലൂടെ പാപത്തെ നീക്കി, ശാപത്തെ നീക്കി, മരണത്തെ പരാജയപ്പെടുത്തി, എല്ലാ കടങ്ങളും ഇളവ് ചെയ്തു. കടങ്ങളൊക്കെ വീട്ടി, ഞങ്ങളുടെ പാപകടങ്ങൾ അങ്ങ് ഏറ്റെടുത്തു. എന്നിട്ട് ഈശോ കുരിശ് കടന്ന് പറഞ്ഞില്ലേ, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അങ്ങനെ എല്ലാം പൂർത്തിയാക്കിയിട്ട് നമ്മുടെ ആ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തി. നമ്മുടെ ബലഹീനമായ നമ്മെ ബലപ്പെടുത്തി, നമ്മെ മഹത്വമണിയിച്ചു. തന്റെ അനുഗ്രഹത്താൽ മഹത്വമണിക്കുകയും ചെയ്തു. അതാണ് പ്രിയപ്പെട്ടവരെ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ കൃപകൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും നന്ദിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നന്ദി പ്രാർത്ഥന ഉദാശ വചനങ്ങൾ കഴിയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു സത്യമായ രഹസ്യം ശരിക്കും അറിഞ്ഞ് അത് നമ്മൾ സ്വീകരിച്ചാൽ, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ സഭയില്, കുടുംബത്തില്, വ്യക്തി ജീവിതത്തില്, സന്യാസ ജീവിതത്തില്, ഇന്ന് ലോകം മുഴുവനിലും അനുഭവിക്കുന്ന പാപത്തിന്റെ അനന്തരമായ ഫലങ്ങൾ എല്ലാവർക്കും സെയിമാ. അത് ക്രിസ്ത്യാനിയാണെങ്കിലും, ഹിന്ദു ആണെങ്കിലും, മുസ്ലിം ആണെങ്കിലും, പാഴ്സി ആണെങ്കിലും, ബുദ്ധിസ്റ്റ് ആണെങ്കിലും, സിഖ് ആണെങ്കിലും, ഏത് മതവിഭാഗത്തിൽപ്പെട്ട മക്കളാണെങ്കിലും പാപത്തിന്റെ വേദനം ഇതൊക്കെ തന്നെയാണ്. അതിന്റെ ശാപങ്ങള്, പൈശാചിക ബന്ധനങ്ങള്. അതോടെ ഇന്ന് ലോകത്തില്, പ്രിയപ്പെട്ട മക്കളെ, ലോകത്തിൽ പാപം ഏറുമേണ്ടല്ലോ. പിശാചിന് അധികാരം കിട്ടിക്കൊണ്ടിരിക്കുക. അവൻ അധികാരം വെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷയുടെ ഒറ്റ വഴിയുള്ളൂ. അത് കർത്താവ് യേശു ക്രിസ്തു കുരിശിൽ നമുക്ക് വേണ്ടി സ്ഥാപിച്ച ഈ രക്ഷാകരമായ രഹസ്യമാണ്. അത് നമ്മൾ അറിയണം, സ്വീകരിക്കണം, സ്വന്തമാക്കണം. അതിന് സാധിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ, പിശാചുമായുള്ള ബന്ധങ്ങളെ വിട്ടുപേക്ഷിക്കാൻ, അവന്റെ ഉടമ്പടികളെ തകർത്തെറിയുവാൻ, അവന്റെ ആധിപത്യങ്ങളെ തകർത്തെറിയുവാൻ, അവൻ വച്ചിരിക്കുന്ന കെണികളെ തിരിച്ചറിഞ്ഞ്, പിശാചൻ യാക്കോബ് 4:7 പിശാചനെ ചേർത്ത് നിൽക്കുവിൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിക്കൊള്ളും. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടെ നിങ്ങളോട് ചേർന്ന് നിൽക്കും. ഈ രക്ഷാകരമായ രഹസ്യത്തെക്കുറിച്ച് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഈ ഓരോ മേഖലകളെ തിരിച്ചറിഞ്ഞ് അതിനെ മനസ്സിലാക്കി ഈ കുരിശിൽ അതിനെ പൂർത്തീകരിച്ചെടുത്ത് നമ്മുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെയൊക്കെ ദൈവകരുണയാൽ, അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കാൻ വേണ്ടിലോ നമ്മുടെ കരുണയുടെ ജപമാലയ്ക്ക് ഭയങ്കര അർത്ഥം ഉണ്ടാവും. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച്, പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയ്ക്ക് ഇവിടെ വലിയ അർത്ഥം ഉണ്ടാവും. വിശുദ്ധ കുർബാനയ്ക്ക് അർത്ഥം ഉണ്ടാവും. ഈ കുർബാനയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തമായ ബോധ്യവും ധാരണയും സത്യവും നമ്മൾ മനസ്സിലാക്കിയാൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്, ആത്മീയ ജീവിതത്തിന് വലിയ മാറ്റം ഉണ്ടാവും. അതിനാ പ്രാധാന്യം കൊടുക്കണ്ടേ. അല്ലാതെ ഈ മറ്റും ലോകാരൂപിക്ക് അടിമപ്പെട്ട് ലോകത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി
അതിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി, കാര്യസാധ്യതയ്ക്ക് വേണ്ടി നമ്മൾ ഓടി നടക്കുമ്പോൾ ഈശോ യഥാർത്ഥമായ സത്യം, അതിൻ്റെ ആ ഒരു കാതലുണ്ടല്ലോ, അത് ഇതാ. ഈശോയ്ക്ക് ഭയങ്കര വേദനയുണ്ട്. ഞാൻ ഇതുപോലെ എൻ്റെ മക്കൾക്ക് വേണ്ടി അടിസ്ഥാനപരമായ മേഖലകളെ, കാരണങ്ങളെ തകർത്തുകൊണ്ട് എൻ്റെ മക്കളെ വീണ്ടെടുക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനമായ ഈ കരുണയിലേക്ക്, ഈ രക്ഷാകരമായ രഹസ്യത്തിലേക്ക് എൻ്റെ മക്കൾ കടന്നു വരുന്നില്ലല്ലോ എന്നുള്ള വേദന ഈ ക്രൂശിത രൂപത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ഐ ആം ദി ആഗനൈസിംഗ് ജീസസ് ഹു ലവ്സ് യു. ആഗനൈസിംഗ് ജീസസ് ഹു ലവ്സ് യു. വേദനിക്കുന്ന കർത്താവ്, നിന്നെ സ്നേഹിക്കുന്ന കർത്താവ്. കർത്താവിന്റെ വേദന മറ്റൊന്നുമില്ല. ഞാൻ ഈ കുരിശിൽ ഇതുപോലെ എൻ്റെ മക്കളെ രക്ഷിക്കുവാൻ വേണ്ടി ഈ രക്ഷാകരമായ ദിവ്യരഹസ്യം ഈ കുരിശിലൂടെ പൂർത്തീകരിച്ച് എൻ്റെ മക്കൾക്ക് നൽകിയിട്ട് ആ ഒരു അനുഗ്രഹം, ആ ഒരു മഹത്വത്തിൽ പങ്കുചേരാൻ എൻ്റെ മക്കൾക്ക് പറ്റാതെ പോകുന്നല്ലോ. അതിലൂടെ കൃപകൾ, അത്ഭുതങ്ങൾ, രോഗശാന്തികൾ, തടസ്സങ്ങൾ, തകർച്ചകൾ മാറ്റി വിജയം കൈവരിക്കുന്ന, സാമർഥ്യം നേടുന്ന, രക്ഷ പ്രാപിക്കുന്ന ആ വലിയ അനുഗ്രഹം എൻ്റെ മക്കൾ സ്വീകരിക്കുന്നില്ലല്ലോ. തന്റെ മഹത്വത്തിൽ പങ്കുചേരാൻ നമ്മെ യോഗ്യരാക്കിയിട്ട്. അതുകൊണ്ടാണ് ഫിലിപ്പി 4:19 പൗലോസ് പറഞ്ഞുകൊണ്ട്, എൻ്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾക്ക് നൽകും. മഹത്വത്തിന്റെ സമ്പന്നത, അതിൽ നിന്നാണ് നിങ്ങൾക്ക് ആവശ്യമായതൊക്കെ ദൈവം തരുന്നു എന്ന് പറയണേ. അത് തന്നിരിക്കും. എന്താണ് മഹത്വത്തിന്റെ സമ്പന്നത? ഈ കുരിശിൽ പൂർത്തീകരിച്ച രക്ഷാകര പ്രവൃത്തിയിലൂടെ നേടിത്തന്ന അനുഗ്രഹത്താൽ മഹത്വമണിയിച്ചു. നമ്മുടെ ബലഹീനതയിൽ നിന്ന് മോചനം നൽകി, അടിമത്തിൽ നിന്ന് മോചിപ്പിച്ച് നമ്മെ വീണ്ടെടുത്ത് ദൈവിക ജീവനിൽ പങ്കുകാരാക്കി, ബലഹീനരായി നമ്മെ ബലപ്പെടുത്തി, പാപങ്ങൾ ക്ഷമിച്ചു, ബുദ്ധിക്ക് പ്രകാശം നൽകി, തന്റെ അനുഗ്രഹത്താൽ മഹത്വമണിയിച്ചു. ഈ മഹത്വത്തിലൂടെയാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് ആവശ്യമായതെല്ലാം നൽകുവാൻ സ്വർഗം പിതാവായ ദൈവം തിരുമനസ്സായിരിക്കുന്നത്. അതുകൊണ്ട് യോഹന്നാൻ 3:16 അവനിൽ വിശ്വസിക്കുന്ന യാതൊരുവനും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഇതാണ് രക്ഷ, ഇതാണ് സമൃദ്ധി, ഇതാണ് അനുഗ്രഹം. ഈ കുരിശിലൂടെ പൂർത്തീകരിക്കപ്പെട്ട രക്ഷാകര പ്രവൃത്തികളും ആ രക്ഷാകരമായ രഹസ്യവും. ഈ സത്യം തിരിച്ചറിയാതെ നമ്മളൊന്ന് ഓടി നടക്കുക. എല്ലാ നിധിയും, എല്ലാ സമ്പന്നതയും, എല്ലാ മഹത്വവും, എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നൽകുന്ന കർത്താവിന്റെ മഹത്വത്തിന്റെ സമ്പന്നത മനസ്സിലാക്കാതെ നമ്മൾ ഇന്ന് ഈ ലോകത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി അതിന്റെ പിന്നാലെ, ഇതിന്റെ പിന്നാലെ, നൈമിഷികതയുടെ പിന്നാലെ, അതിനുവേണ്ടി ധ്യാനങ്ങൾ, അതിനുവേണ്ടി കൺവെൻഷനുകൾ, അതിനുവേണ്ടി നൊവേനകൾ, അതിനുവേണ്ടി മറ്റ് പല പ്രാർത്ഥനകൾ. എന്നാൽ ഇവിടെ യഥാർത്ഥമായ രക്ഷ ഇത് മനസ്സിലാക്കി നമ്മുടെ ജീവിതങ്ങളെ ബലപ്പെടുത്തണം മക്കളെ. അതുകൊണ്ട് ഈ ഒരു വലിയൊരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ലോകം മനസ്സിലാക്കാതെ പോയ സുവിശേഷമാണ്. സഭ പ്രഘോഷിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിട്ട് പ്രഘോഷിക്കപ്പെടാതെ പോയ ഒരു സുവിശേഷമാണ്. ഈ സത്യമായ അടിസ്ഥാനത്തിൽ നമ്മുടെ ഏകരക്ഷകനാകുന്ന കർത്താവിന്റെ രക്ഷാകരമായ രഹസ്യത്തെ പ്രഘോഷിച്ച് അതിലേക്ക് ജനങ്ങളെ, ഈ ലോകത്തെ മുഴുവൻ അടുപ്പിച്ച് മാനസാന്തരപ്പെട്ട് പാപമോചനം നേടി, ശാപമോചനം നേടി, മരണത്തെ പരാജയപ്പെടുത്തി, സാത്താനെ പരാജയപ്പെടുത്തി, കടങ്ങൾ, നമ്മളിൻ്റെ ഒരു ക്ലാസ് തന്നെ കടങ്ങളെ കുറിച്ച് നമ്മൾ ധ്യാനിക്കണം. ശനി ദിവസങ്ങളിൽ തന്നെ കടത്തിന്റെ മേഖല, കടങ്ങളുടെ പൊറുതി, പാപങ്ങളുടെ മോചനം, ഇതൊക്കെ മനസ്സിലാക്കി ജീവിതത്തെ ക്രമപ്പെടുത്താൻ, കുടുംബങ്ങളെ ക്രമപ്പെടുത്താൻ, നമ്മുടെ ജോലി, ബിസിനസ്, പഠനം, എല്ലാ മേഖലകളെയും ക്രമപ്പെടുത്താൻ, സഭയെ, പൗരോഹിത്യം, അധികാര മേഖല, ഉത്തരവാദിത്വ മേഖലകൾ ക്രമപ്പെടുത്താൻ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്കിടയാകണം. ഒരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങ് കുരിശിലൂടെ പൂർത്തീകരിച്ച ആ രക്ഷാകരമായ രഹസ്യം മനസ്സിലാക്കുവാൻ വേണ്ട വലിയ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. കർത്താവെ, അങ്ങ് നൽകിയ ആ വലിയ മഹത്വത്തിൽ പങ്കുചേർന്ന്, ആ മഹത്വത്തിന്റെ സമ്പന്നതയിൽ പങ്കുചേർന്ന് ആവശ്യമായതെല്ലാം നേടിയെടുക്കാൻ ദൈവിക ജ്ഞാനത്താലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താലും ഞങ്ങളെ നിറയ്ക്കണമേ. അതിനുവേണ്ടി പാപത്തെ വിട്ടുപേക്ഷിക്കാൻ, പാപത്തെ വെറുത്തുപേക്ഷിക്കാൻ, അങ്ങയുടെ ബലി അർപ്പിക്കാൻ യോഗ്യരായി തീർന്ന് ഈ ബലി സ്വന്തമാക്കുവാൻ
അങ്ങനെ അങ്ങേക്ക് നന്ദി പറഞ്ഞ് ആ മഹത്വത്തിൻ്റെ ആ സമ്പന്നതയിൽ അനുഗ്രഹിക്കപ്പെടാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഇടയാകട്ടെ. അതിനായി കർത്താവെ, ഈ ശുശ്രൂഷയിലായിരിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി വേദനിക്കുന്ന കർത്താവാണ് അവിടുന്ന്. ഞങ്ങളെ രക്ഷിക്കുവാൻ, ഞങ്ങളെ മോചിപ്പിക്കുവാൻ, ഞങ്ങൾക്ക് വേണ്ടതൊക്കെ നൽകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കുരിശിൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ ആ കുരിശിലേക്ക് തിരിയാതെ ഈ ലോകത്തിൻ്റെ നൈമിഷികമായ കാര്യസാധ്യത്തിന് വേണ്ടി വേറെ പലതിനെ പിന്നാലെ പോകുമ്പോൾ യഥാർത്ഥമായ രക്ഷ കൈവരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കാതെ പോകുന്നല്ലോ. ആ അവസ്ഥയിൽ പിശാച് പിടിമുറുക്കുന്നു. അവൻ്റെ ആധിപത്യങ്ങൾ, അവൻ്റെ അധികാരങ്ങൾ, അവൻ്റെ ശക്തികൾ ഇത് പ്രബലമാകുമ്പോൾ കർത്താവെ, സത്യം തിരിച്ചറിഞ്ഞ് ഞങ്ങളും ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ കുടുംബങ്ങളും പൗരോഹിത്യവും സന്യാസ ജീവിതവും കത്തോലിക്ക തിരുസഭയും മറ്റെല്ലാ ക്രൈസ്തവ സഭാ വിഭാഗങ്ങളും ലോകം മുഴുവനും യഥാർത്ഥമായ രക്ഷയിലേക്ക് കടന്നു വരട്ടെ. അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൽ തന്നെ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത്തിൽ യോസേപ്പിതാവിൻ്റെ മിഖായേൽ മാലാഖയുടെ രക്തസാക്ഷികളുടെ എല്ലാ വിശുദ്ധരുടെയും വലിയ കൂട്ടായ്മയിൽ ഞങ്ങളെയും ലോകം മുഴുവനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.